السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഏറ്റവും ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അള്ളാഹു ജല്ല ജലാലു എല്ലാവിധ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മോട് ബന്ധപ്പെട്ടവരെയും പരിപൂർണമായി സംരക്ഷിച്ച് സന്തോഷവും ക്ഷേമവും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാനസികമായ സംഘർഷങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് വർദ്ധിക്കുമ്പോൾ ചില ആളുകൾ അക്രമാസക്തമായ ഒരു പ്രവണതയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് കുടുംബത്തിനും ബന്ധങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ കഴിയാനോ അവരുടെ ഒപ്പം ജീവിക്കാനോ ഭയചകിതരായിട്ടല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. ഈ ഒരവസ്ഥയിൽ, അത്തരം മാനസികമായ അവസ്ഥയിൽ നിന്നും അവരുടെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താനും അതിൽ നിന്ന് പൂർണ്ണമായും അവരെ രക്ഷപ്പെടുത്താനുമുള്ള മാർഗം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. മുഅവ്വദത്തൈനി സൂറത്ത് അഥവാ ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ്, ഈ സൂറ പാരായണം ചെയ്ത് ഓരോരുത്തരുടെ സ്ഥിതി അനുസരിച്ച് അത് കൂടുതൽ പാരായണം ചെയ്യാം. അപ്പോൾ ഒരു 100 പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്ത് അതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക വ അല്ലംതു അഹദ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജഅൽ ഖുർആൻ ലദീം റബിയ ഖൽബി വനൂറ ബസരി വജലാ ഹുസ്നി വദഹാബ ഹമ്മി എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ 100 പ്രാവശ്യം ഈ 2 സൂറത്തും ചൊല്ലിയിട്ട് അതിനുശേഷം ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാൽ അത് നിരന്തരമായി ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുകയും നല്ലൊരു മാനസികമായ അവസ്ഥയിലേക്ക് അവർക്ക് തിരികെ വരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ചില ആളുകൾക്ക് നിൽക്കുമ്പോൾ വലിയ പ്രയാസം നേരിടും. അങ്ങനെ ആളുകൾ നിൽക്കുമ്പം പ്രയാസം നേരിടുന്ന ആളുകൾ ഇരിക്കുകയാണ് വേണ്ടത്. ഇരിക്കുമ്പോൾ പ്രയാസം നേരിടുന്ന ആളുകൾ നിൽക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അവർ ഈ ആയത്ത് പാരായണം ചെയ്യുക. വലഹുമാ സക്കന ഫിൽ ലൈലി വന്നഹാരി വഹുവ സമീഉൽ അലീം എന്നുള്ള ആയത്ത് പാരായണം ചെയ്യുക. എന്നിട്ട് ശരീരത്തിൽ ഊതുകയും ചെയ്യുക. അതിങ്ങനെ നിൽക്കുമ്പോൾ പ്രയാസമുണ്ട് ഇരുന്നുകൊണ്ട് ചൊല്ലുക, ഇരിക്കുമ്പോൾ പ്രയാസമുണ്ട് നിന്നുകൊണ്ട് ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥക്ക് മാനസികമായ പലയാതി ആലോചനകളും ടെൻഷനുകളും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനും നമ്മുടെ മനസ്സ് ഏകാഗ്രതയിലേക്ക് എത്തിക്കൊണ്ട് അത്തരം ചിന്തകളിൽ നിന്ന് ഒഴിവാകാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ആയത്ത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സൂറകളുടെയും ഈ ആയത്തിൻ്റെയും ദുആഇൻ്റെയും, ഈ ദുആ എന്ന് പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഇത്തരം അവസരത്തിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥന കൂടിയാണ് അത്. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മാനസികമായ എല്ലാ സംഘർഷത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാവട്ടെ. നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ തിരികെ എത്താൻ അവർക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീം.